ഇതാരീ വിളിക്കുന്നത്? ആടാ അതൊന്നല്ല, വോട്ട് ചേർന്നതാ. പോയിടേ പോയി, അതും പോയി. കഥം ഹോഗയാ. സത്യം, കോളോട് കോളും. നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ വയ്യ. നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റ്. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ കൃഷ്ണ. കൃഷ്ണനെ ഒന്നും വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ചെയ്തതിനുള്ളതൊക്കെ പലിശ സഹിതം കിട്ടിക്കൊണ്ടിരിക്കണ സീസൺ. ചെയ്തതിനല്ലല്ലോ കിട്ടുന്നേ, ചെയ്യാത്തതിനല്ലേ കിട്ടുന്നേ. എന്തെങ്കിലും ദേഹമാണെങ്കിൽ ചെയ്യണമായിരുന്നു. ദേഹം എനിക്ക് പണിയെടുത്തില്ല എന്ന് മാത്രം പറയരുത്. എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയിരുന്നു. ബിരിയാണി വെക്കുന്നു, മീൻ പിടിക്കാൻ കുളത്തിൽ ചാടുന്നു, ഉച്ചപ്പ് എടുക്കുന്നു. ഇതൊന്നും പോരായിട്ട് എവിടെയോ കിടന്നൊരു മോഡലിന്റെ ഫോട്ടോ തപ്പി പിടിച്ചു കൊടുന്ന് അവരുടെ വായിലുള്ളതും കേട്ടു. ഇതൊന്നും പോരാങ്ങിട്ട് വേറൊരു പൊട്ടൻ. എക്സിറ്റ് പോൾ സർവേയിൽ ഒരു കാര്യമില്ല, നമ്മൾ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന ഒരു വീരവാദം. ജയിക്കാൻ തന്നെ പാടുപെടുക, അപ്പോഴാ വൻ ഭൂരിപക്ഷം. രാവിലെ എഴുന്നേക്കും, മോദി 2 കുറ്റം പറയും, പിന്നെ കുറച്ച് മണ്ടത്തരം കാണിക്കും. ഇതൊക്കെ ആയോ ജയിക്കാന്നാണ് അവരുടെ വിചാരം. പഴയ പോലൊന്നല്ല, ഈ വക ഉടായ്പ ഒന്നും ചെയ്താൽ ജയിക്കാൻ പറ്റില്ല. വികസനം വേണം നേതാവേ, വികസനം. അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ബോധം വെച്ചു. വോട്ട് ചോരി നാഴികക്ക് 40 വട്ടം പറഞ്ഞിട്ട് അവര് വോട്ടും കോരിക്കൊണ്ട് പോയില്ലേ. കുറെ പേപ്പറും പൊക്കി പിടിച്ച് നടന്ന നേരം കൊണ്ട് നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇത്രയും നാണക്കേടുണ്ടാവില്ല. ഇനിയിപ്പോ എല്ലാ തവണത്തെ പോലെ EVM ഹാക്ക് ചെയ്തൊന്നോ വോട്ട് ചോരിയൊന്നോ പറഞ്ഞ് രക്ഷപ്പെടാം, അല്ലാതെ വേറെ നിർവാഹമില്ല. ഇനിയിപ്പോ അടുത്ത പാട്ട് മത്സരത്തിന് കാണാം.